ഗുഡ് മോർണിംഗ്. ഇന്ന് ഗുരുവായൂർ ഏകാദശിയാട്ടോ. അപ്പോൾ ഞാൻ വ്രതം എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് അമ്പലത്തിൽ പോകാൻ നോക്കാം. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ വർഷത്തെ ഗുരുവായൂർ ഏകാദശി വരുന്നത് ഡിസംബർ 11-നാണ്. ഏകാദശി വ്രതം എടുക്കുമ്പോൾ നമ്മൾ ദശമി ദിവസത്തിൽ, അതായത് ഏകാദശിയുടെ തലേ ദിവസം ഒരിക്കൽ ഊണായിരിക്കണം. അതായത് ഒരു പ്രാവശ്യം മാത്രമേ അന്ന് അരിഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. പിന്നെ ഏകാദശിയുടെ അന്ന് പുലർച്ചെ എഴുന്നേറ്റ് സൂര്യോദയത്തിന് മുന്നേ എഴുന്നേറ്റ് കുളിച്ച് പ്രാർത്ഥിക്കണം. പറ്റുമെങ്കിൽ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിലോ കൃഷ്ണൻ്റെ ക്ഷേത്രത്തിലോ പോവാം. ഞങ്ങൾ വിഷ്ണു ക്ഷേത്രത്തിലാണ് പോയത്. അന്നത്തെ ദിവസം ഒന്നും കഴിക്കാത്തവരുണ്ട്. ഏകാദശിയുടെ ദിവസം ഞാൻ വൈകുന്നേരം വരെ വെള്ളം ഭക്ഷണം വേറെ ഒന്നും കഴിച്ചിട്ടില്ല. പിന്നെ ചിലർ പാലും പഴവും മാത്രം കഴിക്കുന്നതുണ്ട്. ചിലർ ഉച്ചയ്ക്ക് മാത്രം ഗോതമ്പിൻ്റെ എന്തെങ്കിലും കഴിക്കും. അതുപോലെ അതിപ്പോൾ ഓരോരുത്തരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ചാണ് വ്രതം നോക്കുന്നത്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ദ്വാദശി, അന്നും ഒരിക്കൽ ഊണാണ്. അങ്ങനെ 3 ദിവസങ്ങളിലാണ് വ്രതം ശരിക്കും അനുഷ്ഠിക്കേണ്ടത്. ടെസാ, ടെസ്, ഇവിടെ വാ. ഗുഡ് ഗേൾ. എന്താ വേണ്ടേ ടെസു? ടെസക്കുട്ടി, ഗെറ്റ് ഇൻ ടെസ. ഗെറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അവൾ ഒന്ന് പോയി. വെയിറ്റ് ചെയ്യുക തന്നെ നമ്മുടെ ചുക്കിക്കുട്ടി. ചുക്കി എന്നാ തുറക്കാട്ടാ. ടെസ്, സിറ്റ് ഡൗൺ, സിറ്റ്. ഗുഡ് ഗേൾ. എന്തെല്ലാം മുഖത്തെല്ലാം ആക്കി വെച്ചിന്. വെയിറ്റ്. നോ. അപ്പോൾ ഇതാണ് എൻ്റെ ടെസ. റോഡ് വീലറാണ്. കഴിഞ്ഞ വീഡിയോയിലുണ്ടായിരുന്നത് ലിയോ, അത് മെയിലാണ്, ഇത് ഫീമെയിലാണ്. അപ്പോൾ ഇവളെ 41 ദിവസം ഉള്ളപ്പോൾ കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളുമായിട്ട് നല്ല അറ്റാച്ച്ഡ് ആണ്. ആദ്യമൊക്കെ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു അധിക സമയം. പിന്നെ അവൾക്ക് സ്കിൻ അലർജി വരാൻ തുടങ്ങി. നമ്മൾ ഈ ലോഷനൊക്കെ യൂസ് ചെയ്യുമല്ലോ ഫ്ലോറിൽ ക്ലീൻ ചെയ്യാൻ, അതൊന്നും ഇവർക്ക് പറ്റില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അങ്ങനെ ഉള്ളിൽ കയറ്റാൻ പാടില്ല. അങ്ങനെയാണ് പിന്നെ അവളെ കൂട്ടിലേക്ക് മാറ്റിയത്. അല്ലെങ്കിൽ എപ്പോഴും നമ്മളെ കൂടെ തന്നെ ഉണ്ടാവും. ഇവിടെ മടിച്ചാണ്, അവൾക്ക് കൂട്ടത്തിൽ തന്നെ നോക്കാനാണ് ഇഷ്ടം. വാ ഇങ്ങോട്ട് ഇറങ്ങ്. ഇവർക്ക് രാവിലെയുള്ള ഫുഡ് ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. ഇതിപ്പോൾ കുറച്ച് ബിസ്ക്കറ്റേ ഉള്ളൂ കേട്ടോ. കൂട്ടിൽ നിറക്കുമ്പോഴും കയറ്റുമ്പോഴും ഇങ്ങനെ കുറച്ചിട്ട് കൊടുക്കും. എന്നാൽ പിന്നെ അവരനുസരിച്ചോളും. പണ്ട് മുതലേയുള്ള ശീലമാണ്, അതിപ്പോഴും കൊടുക്കാറുണ്ട്. കൂട്ടിൽ നിന്ന് ഇറങ്ങാനുള്ള മടിയേ ഉള്ളൂ. അവൾ രാത്രിയൊക്കെ ഒരു പൂച്ചയോ എന്തെങ്കിലും ഒന്ന് ഇതിലേ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അതവിടെ നിന്ന് പോകുന്നവരെ കുറച്ചുകൊണ്ടിരിക്കും. ഭയങ്കര നമ്മളെ ഗാർഡ് ഡോഗ് പോലെ ആണ് ചുക്കി. അവളാണ് സ്റ്റാർട്ട് ചെയ്യാൻ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ടെസ ഏറ്റു പിടിച്ചോളും. ഈ അങ്ങ് പോടെ, വേക്കിൽ പോ. ഇതാണ് ഞങ്ങളുടെ ശംഖുപുഷ്പം. ഞാനൊരു ഷോർട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഫ്ലവേഴ്സ് വെച്ചിട്ട് ചായ എന്ന് വെച്ചാൽ വെറുതെ ചൂടുവെള്ളത്തിൽ തിളപ്പിച്ചിട്ട് ആ വെള്ളം കുടിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഡോക്ടേഴ്സൊക്കെ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് നല്ല ഗുണങ്ങളുള്ളൊരു ചെടിയാണിത്. നല്ല മഞ്ഞുണ്ട് കേട്ടോ. ഡാഷ് ഫണ്ടും ലാബും കൂടെ ക്രോസ് ആട്ടോ. അതങ്ങനെ 9 വയസ്സും കണ്ടായി അവൾക്ക്. അപ്പോൾ ഇന്നിനി ഭക്ഷണമൊന്നും കഴിക്കില്ല കേട്ടോ. വൈകുന്നേരം എന്തെങ്കിലും തീർത്ഥം കഴിച്ചിട്ട് ഫ്രൂട്ട്സ് കഴിക്കും, അങ്ങനെ ചെയ്യുള്ളൂ. അപ്പോൾ ഇന്ന് അച്ഛന് മാത്രമേ ഇവിടെ ഭക്ഷണം വേണ്ടൂ. പിന്നെ അമ്മയാണെങ്കിൽ അമ്മയുടെ കുടുംബക്ഷേത്രത്തിൽ നാളെ അയ്യപ്പൻ വിളക്കാണ്. അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് പൂജകളൊക്കെ ഉണ്ട്. അപ്പോൾ അമ്മ അങ്ങോട്ടേക്ക് പോയി. നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു എനിക്കിന്ന്. കറിവേപ്പില വറച്ചിട്ട് വരാം. ഉപ്പേരി വെച്ച് കൊടുക്കാൻ ഒരു മുരിങ്ങയും കൂടെ പറിക്കാം. കിച്ചണിലേക്ക് കുറച്ച് ബോട്ടിൽസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ അത് വന്നു. അപ്പോൾ അത് എങ്ങനെയൊക്കെ ഉണ്ട് നോക്കാനുള്ള ഭയങ്കര ആകാംക്ഷ. അപ്പം തന്നെ പൊട്ടിച്ച് നോക്കുകയാണ്.
4 സൈസിലുള്ള 16 പാത്രങ്ങളാണുള്ളത്. ഓരോ സൈസിലും 4 എണ്ണം വെച്ചിട്ട് കുഴപ്പമില്ലായിരുന്നു. നമുക്ക് ഫുഡ് കൊടുക്കാം. ടെസക്കും ചുക്കിക്കും എണീറ്റിരുന്നിട്ടുണ്ട് കേട്ടോ ഒരാൾ. ഇയാൾക്ക് പിന്നെ ഭയങ്കര സ്ലോ ആയല്ലത്തിന്. എന്നാ ഫുഡ് വേണോ? ഫുഡ് വേണോ? നല്ല ഉറക്കായിരുന്നല്ലേ ചുക്കി? തരാം. അപ്പോൾ ഇപ്പം ഞാൻ കൊടുക്കുന്നത് രാവിലത്തെ അവരുടെ ഫുഡാണ്. ഡോഗ് ഫുഡ് തന്നെ, പെഡിഗ്രി പോലുള്ള വേറൊരെണ്ണം. പിന്നെ ഉച്ചയ്ക്ക് ശേഷം അവരുടെ ചോറ് കൊടുക്കും. അപ്പം മീനില്ലാണ്ട് അവർക്ക് പറ്റില്ല. അതുകൊണ്ട് അടുത്ത വീട്ടിൽ നമ്മൾ മീൻ വാങ്ങിച്ച് വെക്കും. എന്നിട്ട് അവിടുന്ന് എടുത്തിട്ട് അവർക്ക് കൊടുക്കേണ്ട സമയത്ത് ഉണ്ടാക്കിയിട്ട് കൊടുക്കും. വീടിനുള്ളിൽ കയറ്റില്ല മീൻ, പുറത്ത് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കുളിച്ചിട്ട് പിന്നെ ഉള്ളിലോട്ട് കയറുള്ളൂ. ഇവിടെ സ്വാമിയുള്ള സമയത്ത് ഈ നാട്ടിൽ എല്ലായിടത്തും ഇങ്ങനത്തെയാണ്. നമ്മൾ പുറത്തൊക്കെ പോയി വന്നിട്ടുണ്ടെങ്കിൽ കുളിച്ചിട്ടേ പിന്നെ ഉള്ളിലോട്ട് കയറുള്ളൂ. കടല കുറിക്കും പോലെ സൗണ്ട്. അപ്പോൾ അടുത്ത ടാസ്ക്കാണ് കോഴികൾക്ക് ഫുഡ് കൊടുക്കുക. ഈ 4 പേര് പുതിയ ആൾക്കാരാണ്, അതുകൊണ്ട് അവരെ വേറെ ഇടും. ബാക്കിയുള്ളവർ മേലെയാണ്, അവർ VIP ആണ്. ഇതൊക്കെ സാധാരണ അമ്മയാണ് ചെയ്യാറ്. അമ്മയ്ക്കൊന്നും പൂജ ഉള്ളതുകൊണ്ട് വൈകുന്നേരം വരുള്ളൂ. അപ്പോൾ എന്നോട് പറഞ്ഞു തന്നു എങ്ങനെയാണ് ചെയ്യണ്ടേ, ഏത് കൂട്ടിൽ ഇത്ര ആൾക്കാരെന്നൊക്കെ പറഞ്ഞു തന്നിട്ടാണ് പോയത്. അപ്പോൾ രാവിലെ വന്ന ബോട്ടിൽസൊക്കെ ക്ലീൻ ചെയ്ത് കുറച്ചൊക്കെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അമ്പലത്തിൽ പോവാടെ വൈകുന്നേരം. അപ്പോൾ വ്രതം വൈകുന്നേരം വരെ കുഴപ്പമൊന്നുമില്ലാണ്ട് പോയി. കണ്ണിലൊക്കെ ക്ഷീണമുണ്ട്, എന്നാലും വലിയ വിശപ്പൊന്നും പറഞ്ഞില്ല കേട്ടോ, ചെറിയ ക്ഷീണം ഉണ്ടെന്നായിരുന്നു. ഇപ്പോൾ ഞാൻ പോകുന്നത് അയ്യപ്പൻ്റെ അമ്പലത്തിലേക്കാണ്. ഇന്ന് അവിടെ ഭജന ഉണ്ട്, പിന്നെ ആണെങ്കിൽ കർപ്പൂര ദീപാരാധന, അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ വ്രതം ഇന്ന് അവസാനിക്കില്ല, നാളെ ദ്വാദശിയാണ്. അപ്പോൾ നാളെയും ഒരു നേരം അരിഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ നാളെ ആണെങ്കിൽ അമ്മയുടെ കുടുംബക്ഷേത്രത്തിൽ അയ്യപ്പൻ വിളക്കാണ്. ഞാൻ രാവിലെ അങ്ങോട്ടേക്ക് പോകും. അപ്പോൾ ഇതേ കുറേ സ്വാമിമാരുണ്ട്, മാളികപ്പുറം. അപ്പോൾ അമ്മ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ അമ്പലത്തിലേക്ക് പോവുകയാണ്. മണ്ഡലകാലമായതുകൊണ്ട് ഒരു പ്രത്യേക ഒരു എനർജി ഉണ്ടായിരുന്നു കേട്ടോ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ. കാരണം ഒരുപാട് ആൾക്കാരുണ്ട്, നമ്മൾ ആ നാട്ടിൽ പറ്റുന്നവരൊക്കെ പോവും. പിന്നെ എല്ലാവരും കൂടെ ഒരുമിച്ച് നല്ലൊരു പോസിറ്റീവ് എനർജി അത് നമുക്ക് പ്രത്യേകം ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ അന്നദാനം ഉണ്ട് കേട്ടോ എല്ലാ ദിവസവും. മണ്ഡലകാലമായാലും ഇനി ധനു 10 വരെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഭക്ഷണം ഉണ്ടാവും. പിന്നെ രാവിലത്തെ ഭക്ഷണം ഓരോരുത്തരുടെ നേർച്ചയാണ്, എല്ലാ ദിവസവും ഉണ്ടാവില്ല, ഓരോരുത്തരുടെ നേർച്ചയ്ക്ക് അനുസരിച്ച് കൊടുക്കും. അതുപോലെ ഭജന ഉള്ള ദിവസമാണെങ്കിൽ രാത്രിയും ഭക്ഷണം ഉണ്ടാവും. ഏകാദശി കഴിഞ്ഞ് ഇന്ന് ദ്വാദശിയാണ്. അപ്പോൾ ഞാൻ രാവിലെ അമ്പലത്തിൽ പോകാൻ നോക്കുവാണ്. ഇന്നിപ്പോൾ 5:30 കഴിഞ്ഞു. ഇന്നലെ നല്ല ഇരുട്ടായതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങളിവിടെ ഈ മണ്ഡലകാലമായാലും പ്രത്യേകിച്ച് ഡിസംബർ തുടക്കത്തിൽ പകുതി വരെ എന്നും ഓരോ പരിപാടികളുണ്ടാവും കേട്ടോ അമ്പലത്തിൽ. അയ്യപ്പൻ്റെ അമ്പലത്തിലാണെങ്കിൽ ഭജന ഉണ്ടാവും, ഇതുപോലെ ഇന്നലെ കണ്ടതുപോലുള്ള കർപ്പൂര ദീപാരാധന. ഇനി നാളെ മുതൽ ഫുള്ള് പ്രോഗ്രാംസാണ്, അയ്യപ്പൻ വിളക്ക് വരെ. അപ്പോൾ എല്ലാ ദിവസവും ഈ ഭാഗത്തുള്ളവർക്ക് പറ്റുന്നവരൊക്കെ അമ്പലത്തിൽ പോകും.
ഇന്നലെ രാവിലെ ഞാൻ വന്ന അതേ അമ്പലം തന്നെയാണ് കേട്ടോ ഇത്. പക്ഷേ ഇരുട്ടായിട്ടൊന്നും കാണുന്നുണ്ടായിരുന്നില്ലല്ലോ. ഇന്നിപ്പോൾ 6:30 കഴിഞ്ഞതുകൊണ്ട് നല്ല വെളിച്ചം വന്നിട്ടുണ്ടായിരുന്നു. ഈ അമ്പലം കാണുമ്പോൾ കുറേ ഉള്ളിലോട്ടുള്ളൊരു സ്ഥലം പോലെ തോന്നുന്നില്ലേ? പക്ഷേ ഇത് റോഡ് സൈഡ് തന്നെയാണ് കേട്ടോ. ഇത് കാണുന്ന ഈ നേരെ പോയിട്ട് മെയിൻ റോഡ് തലശ്ശേരി നാദാപുരം റൂട്ടാണ് ചെന്നെത്തുന്നത്. പിന്നെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി തൊട്ടടുത്ത് തന്നെ മൊതാക്കര പള്ളിയുണ്ട് ഇവിടെ. പിന്നെ നമ്മുടെ ചരിത്ര പ്രസിദ്ധമായ നാദാപുരം പള്ളിയില്ലേ, അതൊക്കെ ഞങ്ങൾക്ക് തൊട്ടടുത്താട്ടോ. പിന്നെ ദ്വാദശി ആയതുകൊണ്ട് ഉച്ചയ്ക്ക് മാത്രമേ അരിഭക്ഷണം കഴിക്കുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ അമ്മയുടെ കൂടെ അമ്മയുടെ കുടുംബക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. അവിടെ ഇന്ന് അയ്യപ്പൻ വിളക്കാണ്. അതും കൂടെ കഴിഞ്ഞ പരിപാടികളവിടെ കഴിഞ്ഞു. ഏകാദശി, ദശമി, ഏകാദശി, ദ്വാദശി, അങ്ങനെ 3 ദിവസത്തെ വ്രതം അവിടെ കഴിഞ്ഞു. അപ്പോൾ ഇതാണ് അമ്പലം, ഒരു പാറയുടെ മുകളിലായിട്ടാണ്. അന്ന് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അവിടെ. പിന്നെ ആണെങ്കിൽ ഉച്ചയ്ക്ക് അന്നദാനമൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമാണ് ഞാൻ തിരിച്ചു വന്നത്. പിന്നെ വിശ്വാസം എന്ന് പറയുന്നത് ഓരോരുത്തർക്കും വ്യത്യാസമാണല്ലോ. ചിലർ, ഞാനിപ്പോൾ ആൾദൈവങ്ങളിലൊന്നും വിശ്വസിക്കുന്ന ആളല്ല, വിശ്വാസിയാണ്, പക്ഷെ അന്ധവിശ്വാസിയല്ല. നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടും അമ്പലത്തിലൊക്കെ പോയാൽ. പിന്നെ നമ്മൾ വിശ്വസിക്കുന്നവരെ കളിയാക്കാനും പാടില്ല, വിശ്വസിക്കാത്തവരെയും നിർബന്ധിക്കാനും പാടില്ല. ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടമാണ്. അങ്ങനെ 3 ദിവസത്തെ വ്രതം കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇന്നിപ്പോൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന ദിവസം തൃക്കാർത്തികയാണ്. അപ്പോൾ എല്ലാവർക്കും തൃക്കാർത്തിക ആശംസകൾ.